ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇന്ത്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായും വ്യാപാര ബന്ധം തങ്ങൾ തുടരുന്നുണ്ടെന്നും അമേരിക്കയുടെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ട്രംപ് മുഴക്കുന്ന ഭീഷണിക്കാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി മറുപടി നൽകിയത്. ശക്തമായ ഭാഷയിലായിരുന്നു ഇന്ത്യയുടെ മറുപടി. അങ്ങനെ ട്രംപിന്റെ വിരട്ടലും വിലവേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ടെന്നും ഇന്ത്യ പറഞ്ഞു. യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതെന്നതായിരുന്നു ട്രംപിന്റെ പ്രധാനപ്പെട്ട കരച്ചിലിനുള്ള കാരണം. എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണെന്നും വിദേശകാര്യ വക്താവ് കൃത്യമായി അറിയിച്ചിരുന്നു. ഇന്ത്യ സ്വാഭിമാനമുയർത്തി തലയെടുപ്പോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് പുറമെ അമേരിക്കയ്ക്കെതിരെ റഷ്യയും അണിനിരക്കുന്നത്. US-യുമായുള്ള 1987 ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് റഷ്യ. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെയാണ് റഷ്യയുടെ പുതിയ പ്രഖ്യാപനവും വരുന്നത്. റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ സൈന്യത്തിനോട് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യയുടേതായി ഈ നീക്കം. ഹ്രസ്വദൂര മധ്യദൂര ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള മൊറട്ടോറിയമായിരുന്നു INF ഉടമ്പടി. US-ഉം റഷ്യയുടെ മുൻഗാമിയായിരുന്ന സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഇത്. സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാനുള്ള ബാധ്യത ഇനി തങ്ങൾക്കില്ല എന്നാണ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയോട് പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ലോകശക്തിയാകാൻ റഷ്യയും ഇന്ത്യയും കൈകോർക്കുന്നതും നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അതായത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറുകൾക്ക് പുതിയ തലത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ബഷീർ പേങ്ങാട്ടിരി എഴുതിയൊരു ലേഖനം വളരെ പ്രസക്തമാണ്. അതിങ്ങനെയാണ്: ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ചരിത്രപരമായ പ്രതിസന്ധികളെ അതിജീവിച്ച് കാലം തെളിയിച്ചതാണ്. എന്നാൽ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ബന്ധം കൂടുതൽ സങ്കീർണവും നിർണായകമാവുകയുമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിൽ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം റഷ്യക്ക് സാമ്പത്തികമായും നയതന്ത്രപരമായും വലിയ ആശ്വാസമാണ്. മറുവശത്ത് റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യയുടെ പ്രതിരോധം, ഊർജം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിലെ ഒരു സുവർണ അവസരമാവുകയും മാറുന്നു. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഏറ്റവും ശക്തമായ ഘടകം പ്രതിരോധ സഹകരണമാണ്. ബ്രഹ്മോസ് മിസൈൽ പോലെയുള്ള സംയുക്ത സംരംഭങ്ങൾ ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇപ്പോൾ ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പുകൾ വികസിപ്പിക്കുന്നതിലും അതിന്റെ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഷ്യൻ ആയുധങ്ങളുടെയും സ്പെയർ പാർട്സുകളുടെയും നിർമ്മാണം ഇന്ത്യയിൽ നടത്താനുള്ള ധാരണകൾക്ക് മൂർത്തമായ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. റഷ്യൻ സഹകരണത്തോടെ നിർമ്മിച്ച തവാസിയ പോലെയുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകൾ അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് ഇതിന് തെളിവാണ്. ഈ നീക്കം റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും ആയുധ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രതിരോധ വ്യവസായം നിലനിർത്താൻ പാടുപെടുന്ന റഷ്യയ്ക്ക് ഇന്ത്യ നൽകുന്ന ഈ പങ്കാളിത്തം സാമ്പത്തികമായി വലിയ പിന്തുണയാണ് നൽകുന്നത്. പ്രതിരോധത്തിനപ്പുറം മറ്റ് സുപ്രധാന മേഖലകളിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട്. ഉപരോധങ്ങളെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്ക് പുതിയ വിപണികൾ ആവശ്യമായി വന്നപ്പോൾ ഇന്ത്യ ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചു. കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ആഭ്യന്തര പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിച്ചു. കൂടംകുളം ആണവ നിലയത്തിലെ 3, 4, 5, 6 യൂണിറ്റുകളുടെ നിർമ്മാണം റഷ്യൻ സഹകരണത്തോടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത് ഊർജ്ജരംഗത്തെ സഹകരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന് തുടക്കത്തിൽ റഷ്യ നൽകിയ പരിശീലന സഹായങ്ങൾ നിർണായകമായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ദൗത്യത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ചൈനയുമായി റഷ്യക്ക് അടുത്ത ബന്ധമുണ്ടെങ്കിലും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലടക്കം ചൈനയെ പൂർണ്ണമായി വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ സന്തുലിതമാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വിശ്വസ്ത പങ്കാളിയായ ഇന്ത്യയെ റഷ്യക്ക് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ കാരണം റഷ്യ, ഇന്ത്യ, ചൈന ത്രിരാഷ്ട്ര സഹകരണം പുനരുജ്ജീവിപ്പിക്കാനുള്ള റഷ്യൻ ശ്രമങ്ങളോട് ഇന്ത്യ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിർപ്പുണ്ട്. ഈ എതിർപ്പ് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. 2025 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ റഷ്യൻ ഇടപാടുകളോടുള്ള നേരിട്ടുള്ള പ്രതികരണമായി
ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പുതിയ താരിഫുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് പരോക്ഷമായ സമ്മർദ്ദത്തിൽ നിന്നും നേരിട്ടുള്ള സാമ്പത്തിക നടപടിയിലേക്കുള്ള മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തങ്ങളുടെ രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരാനുള്ള അവകാശം ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നടപടി ഏകപക്ഷീയമാണെന്നും ഇന്ത്യ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഈ ഉറച്ച നിലപാട് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരു പ്രമുഖ ശക്തി എന്ന നിലയിൽ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നു. പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ഇന്ത്യ റഷ്യ ബന്ധം തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണെന്നാണ് ബഷീർ പെങ്ങാട്ടിരി എഴുതുന്നത്. നോക്കൂ, അമേരിക്കയുടെ തിട്ടൂരം അത് ഇന്ത്യയോട് വേണ്ട എന്ന് ഇന്ത്യ ആവർത്തിക്കുകയാണ്. അതേ പാതയിൽ റഷ്യയും പിന്തുടരുകയാണ്. ഇന്ത്യയും റഷ്യയും ചേർന്നാൽ അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായി തീരും കാര്യങ്ങൾ.